Good afternoon. Good afternoon, miss. Good afternoon, miss. Good afternoon. Good afternoon. Good afternoon, ma'am. Madam. Good afternoon. ഒക്കെ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ? ചിലര് കഴിച്ചിട്ടില്ല, കുറച്ചുപേര് കഴിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ഈശ്വരാ കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണമേന്നും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ എന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ ത്യജിച്ചോനെ മാതൃകയായി അംഗീകരിച്ചും ഈശ്വരാ കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ് മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണമേന്നും കാരണനായുള്ള തമ്പുരാനേ. കാരുണ്യമെന്നിൽ ചൊരിയണമേന്നും കാരണനായുള്ള തമ്പുരാനേ. ഓക്കെ, സൈൻ ചെയ്തോളൂ കേട്ടോ. Good afternoon, ma'am. We are very delighted to have you with us. Hope this will be a good session for us. Sort of today. If you judge people, you have no time to love them. Mother Teresa. Okay. Then thought of the time. Ma'am, pardon. മെല്ലെ നമ്മള് ഡിഫൻസ് മെക്കാനിസം കംപ്ലീറ്റ് ചെയ്തില്ലേ? മാം, യൂണിറ്റ് 3 ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ് ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞത്. മെക്കാനിസം അല്ല, നമ്മുടെ ഹെൽത്ത് കെയർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇനി ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അല്ലേ?
കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വായിച്ചായിരുന്നോ നിങ്ങള്? വായിച്ചായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തേ ഉള്ളൂ ടീച്ചർ. അപ്പോ നമ്മള് അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്താ? നിങ്ങൾ കഴിക്കുന്ന ഫുഡില് എല്ലാ ഫുഡ് ഐറ്റംസിലും നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ ന്യൂട്രീഷൻ ഉണ്ടോ എന്നുള്ളത്? ഫുഡ് കഴിക്കുന്നുണ്ട്, 3 നേരവും അല്ലെങ്കിൽ 4 നേരവും ഫുഡ് കഴിക്കാറുണ്ട് അല്ലെ? എന്തൊക്കെ ഫുഡാ കഴിക്കുന്നേ? രാവിലെ എന്ത് കഴിക്കും? ഇഡ്ലി, ദോശ, ദോശ, പിന്നെ ലഞ്ചിന് ചോറ്, വൈകിട്ട് ചപ്പാത്തി വിത്ത് കറി, വെജിറ്റബിൾസ്, ദാൽ, പിന്നെ പ്രോട്ടീന് എഗ് ഓർ ചിക്കൻ, മീറ്റ്, അങ്ങനെ. ഓക്കെ. ചീര, ഓക്കെ. ഇലവർഗ്ഗങ്ങള് പറഞ്ഞു. ഇലവർഗ്ഗങ്ങള് മത്തയില. ഓക്കെ, മത്തയിലൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? വെരി ഗുഡ്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ടോ? കുഴിമന്തി, അൽഫാം, ഷവായി? കുഴിമന്തി കഴിച്ചിട്ടില്ല. കുഴിമന്തി കഴിച്ചിട്ടില്ല. പുറത്തുനിന്ന് കഴിക്കാറുണ്ടല്ലേ? എത്ര തവണ കഴിക്കാറുണ്ട് പുറത്തുനിന്ന്? വൺസ് ഇൻ എ വൈൽ മാം. ദാറ്റ് ഈസ് എന്തെങ്കിലും ഒരു പാർട്ടിയിൽ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് വന്നു കഴിക്കാൻ കൊടുക്കാനൊന്നുമില്ല അങ്ങനെ പറയുമ്പോ നല്ല ഹോട്ടല് വി ട്രസ്റ്റ് ദറ്റ് ഹോട്ടൽ അറിഞ്ഞ് അങ്ങനെ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. കുഴപ്പമില്ല, അങ്ങനെ കഴിക്കുന്നുണ്ടോന്നും കുഴപ്പമില്ല. മാസത്തിൽ 1-2 തവണ കഴിക്കുന്നുണ്ടോന്ന് യാതൊരു പ്രശ്നം. ഡെയിലി കഴിക്കുന്നവരുണ്ടോ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം അല്ലെങ്കിൽ പലഹാരങ്ങള്? നോ മാം. ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിച്ചു തന്ന ചോദ്യം ഇതാണ്, എന്താണ് ന്യൂട്രീഷൻ? Nutrition is balanced food which we need for our body with protein and everything, vitamins, fiber, carbohydrates, and everything, and water too. We need the body, we need it. So that is the nutrition which help us to grow, to work, and everything, to think, everything we need nutrition. അതായത് നമ്മള് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോ അത് നമ്മുടെ ഫുഡ് ഐറ്റംസിലാണ് ഉള്ളതല്ലേ? അല്ലാതെ നമ്മള് സപ്ലിമെന്റ് ആയിട്ടും കഴിക്കാറുണ്ട്. എല്ലാവരും സപ്ലിമെന്റ് ആയിട്ട് കഴിക്കാറില്ല അല്ലെ? സപ്ലിമെന്റ് ആയിട്ട് കഴിക്കുന്നവരുണ്ടോ? ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഉണ്ട്, കഴിക്കുന്നവരുണ്ട് അല്ലെ? സപ്ലിമെന്റ് മാം, ദാറ്റ് ഈസ് ഫോർ omega-3 അങ്ങനത്തെ എന്തെങ്കിലും 7C. അങ്ങനെ കഴിക്കാറുണ്ട്. ഓക്കെ. പക്ഷെ എപ്പോഴും നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ അത് ഉൾപ്പെടുത്തുന്നതാണ്. ഭയങ്കര ഡെഫിഷ്യൻസി വരുമ്പോൾ മാത്രമാണ് നമ്മൾ സപ്ലിമെന്റുകൾ അല്ലെങ്കിൽ മറ്റ് ടാബ്ലറ്റുകൾ, സിറപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക അല്ലെ? അങ്ങനെയല്ലേ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തല്ലേ യൂസ് ചെയ്യുന്നത്? നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസിൽ നിന്ന് ധാരാളം ന്യൂട്രീഷൻ ലഭിക്കും അല്ലെ? അപ്പോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ടൊന്നല്ലേ? ആണോ? റീപ്രൊഡക്ഷൻ ആണ്. മെയിൻ്റനൻസ് ഓഫ് റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഡിസീസ് പ്രിവെൻഷൻ, അതായത് രോഗം നിയന്ത്രിക്കുക അല്ലെങ്കിൽ തടയുക എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഫുഡിലുള്ള കണ്ടന്റുകളാണെന്ത്? ന്യൂട്രിയൻസ് അഥവാ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് അല്ല, ന്യൂട്രീഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെന്റ്, നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഡെവലപ്മെന്റ്, നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽനെസ്. അതായത് മൂന്നും കൂടി ചേർന്നാൽ മാത്രമാണ് നമുക്ക് ഹെൽത്ത് എന്ന് പറയാനായിട്ട് സാധിക്കുക, അല്ലെ? അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് റിപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഡിസീസ് പ്രിവെൻഷൻ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡ്സിലുള്ള കണ്ടന്റുകളാണെന്ത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് ന്യൂട്രീഷൻ? മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂട്രിയൻസ്? പോഷകങ്ങൾ എന്നാ പറയാ. ന്യൂട്രിയൻസ് എന്തായിരിക്കും? അപ്പൊ ഞാനിപ്പോ ന്യൂട്രീഷന്റെ ഒരു ഡെഫിനേഷൻ ആണ് പറഞ്ഞത്. ഇപ്പൊ ന്യൂട്രിയൻസ് എന്തായിരിക്കും? ന്യൂട്രിയൻസ് അതായത് പോഷകങ്ങൾ എന്നാ പറയാ കേട്ടോ. അതിന്റെ മലയാളം മീനിങ് വരുന്ന പോഷകങ്ങൾ എന്നാണ് ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? ന്യൂട്രിയൻസ് ആവശ്യമാണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബോഡിക്ക് ആവശ്യമുള്ള, അതായത് വലിയ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണത് മാക്രോ ന്യൂട്രിയൻസ്. അതായത് ഒരു ബിഗ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ നമുക്ക് എന്ത് പറയാം? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയാം. നമ്മുടെ ബോഡിക്ക് വലിയ അളവിൽ ആവശ്യമുള്ളതാണത്. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് എന്തായിരിക്കും? ചെറിയ അളവിൽ ചെറിയ അളവിൽ ആവശ്യമുള്ള, നമ്മുടെ ശരീരത്തിന് ചെറിയ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണെന്ത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വലിയ അളവിൽ ആവശ്യമുള്ളതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നും ചെറിയ അളവിൽ ആവശ്യമുള്ളതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങള്? അപ്പൊ നമ്മള് ന്യൂട്രീഷൻ പറഞ്ഞു, ന്യൂട്രിയൻസ് പറഞ്ഞു. ഓക്കെ, ഇനി ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്, ഏതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബോഡിയില് മാക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷിക്കുന്നത്. മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയായിരിക്കും? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. പ്രോട്ടീൻസ് ഇത് മൂന്നുമാണ് മാക്രോ ന്യൂട്രിയൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ രാവിലെ ഇഡലിയും സാമ്പാറും കഴിക്കുന്നു, അല്ലെ? ഇഡലി എന്ന് പറയുമ്പോ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അല്ലെ? കാർബോഹൈഡ്രേറ്റ് ഇല്ലേ? അപ്പൊ നമ്മള് കൂടുതൽ കഴിക്കുന്നത് ഇഡലിയാണോ സാമ്പാറാണോ? ഇഡലിയാണ്, അല്ലെ? ഇഡലി ചിലപ്പോ ഒരു 3-4 ഒക്കെ ചിലപ്പോ കഴിച്ചെന്ന് വരും, അല്ലെ? അല്ലെങ്കിൽ പുട്ടും കടലയാണെന്ന് വിചാരിക്കുക. നമ്മൾ പുട്ടാണ് കൂടുതൽ എടുക്കുക, കടല കുറച്ചായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്, അല്ലെ? ദോശ എടുക്കുവാണെങ്കിൽ ദോശയും ചമ്മന്തിയാണ്, നമ്മൾ ദോശയാണ് കൂടുതൽ എടുക്കുക. ചമ്മന്തി അതിന്റെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നതാണ് നമ്മുടെ ഭക്ഷണത്തില് നമ്മൾ 3 നേരമുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെ? ഉച്ചയ്ക്ക് നമ്മൾ ചോറ് തിന്നുന്നു, കറികൾ എടുക്കുന്നു, ചോറായിരിക്കും നമ്മൾ കൂടുതൽ കഴിക്കുക, അല്ലെ? അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. വൈകുന്നേരം നമ്മൾ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ,
ചപ്പാത്തി കാർബോഹൈഡ്രേറ്റ് ആണ്, അതാണ് നമ്മൾ കൂടുതൽ കഴിക്കുക. ഓക്കെ, അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട്, നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാർബോഹൈഡ്രേറ്റ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് നമ്മൾ വരുന്ന പേജുകളിൽ പഠിക്കും. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു എന്താ പറയാ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് മാക്രോന്യൂട്രിയൻസിൽ. പിന്നെ അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഇതാണ് പ്രോട്ടീൻ. മാക്രോന്യൂട്രിയൻസ് ആണ് കേട്ടോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രോട്ടീനും എടുക്കാറുണ്ട് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെ. നമ്മൾ മുട്ട കഴിക്കാറുണ്ട്, ചിക്കൻ കഴിക്കാറുണ്ട് അല്ലെ, കടല കഴിക്കാറുണ്ട്, പയറ് കഴിക്കാറുണ്ട്, പരിപ്പ് കഴിക്കാറുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ധാരാളം ഐറ്റംസ്. മാം ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രോട്ടീൻ പൗഡർ ഒരു സപ്ലിമെന്റ് അല്ലേ? സോ അത് ആക്ച്വലി അവര് ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതാണല്ലോ ഈ പ്രോട്ടീൻ പൗഡർ. അത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണോ അതോ എങ്ങനെയാണ്? അത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റുമോ? അത് കഴിക്കാൻ പറ്റും, ആളുകൾ വാങ്ങിക്കുന്നുണ്ടല്ലോ അത്. ആക്ച്വലി നമ്മൾ ആ പ്രോട്ടീൻ പൗഡർ നമുക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടും ജിമ്മ് അവർക്ക് ബോഡി ബിൽഡിംഗ് മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയാണ് ആ പ്രോട്ടീൻ കഴിക്കണത്. സോ ചുമ്മാ എല്ലാരും അത് കഴിക്കാൻ പാടില്ല ശരിക്കും പറയാൻ ഞങ്ങൾ. പക്ഷെ ആളുകള് സപ്ലിമെന്റ്സ് ഇപ്പൊ പ്രോട്ടീൻ പൗഡർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് പല പല കമ്പനികളുടെ ഒക്കെ. ബട്ട് അത് ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ബോഡിക്ക് അനുസരിച്ച പ്രോട്ടീൻ ഇതാണ്. പ്ലാന്റ് ബേസ്ഡ് ഉണ്ട്, വേറെ പല ഡിഫറെന്റ് പ്രോട്ടീൻ ബേസ്ഡ് പൗഡേഴ്സ് ആണ്. സോ അത് അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടേ അത് കഴിക്കാൻ പാടുള്ളൂ ശരിക്കും. ചിലർക്ക് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്ന ആളുകളുണ്ട്, പല പല അസുഖങ്ങൾ ഉണ്ടാകുന്ന യൂഷ്വലി കാണുന്ന ഒരു ഇതാണ്. എന്താന്ന് വെച്ചാല് കുറെ പേര് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ദേ ആർ യൂസിങ് ദിസ് പ്രോട്ടീൻ പൗഡർ വിത്തൗട്ട് എനി പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടർ. സോ ദാറ്റ്സ് വാട്ട് ഐ ആസ്ക് യു. പലരും ഉപയോഗിക്കാറുണ്ട്, കൂടുതലായിട്ടും പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും അവര് സെല്ല് ചെയ്യാൻ വരുന്ന ആളുകൾ പറയും നിങ്ങളത് കഴിച്ചാൽ നല്ലതാണ്, കുറെ പേര് യൂസ് ചെയ്യുന്നു പറയുമ്പോൾ അവര് ഇപ്പൊ നേരത്തെ പ്രസുഭ പറഞ്ഞ പോലെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അല്ലാത്തതുണ്ട്. അതൊക്കെ ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ഗുണം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും പറയാട്ടോ, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ജിമ്മിന് പോണ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ജിമ്മിന് പോകുന്ന ആളുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, വേറെ ആരും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അല്ലെ, അവരുടെ ബോഡി നല്ല ഇതാകാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നതാണ്. ജിമ്മിൽ പോകുന്നുണ്ട്, അപർണ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, യൂസ് ചെയ്യണില്ല. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ നമുക്ക് നമ്മുടെ എന്താ പറയാ ഫുഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീന്റെ അളവ് വളരെ കുറവാണെന്ന് പറയാം. അപ്പൊ നമ്മൾ കടല കഴിക്കുവാണെങ്കിലും പരിപ്പ് കഴിക്കുവാണെങ്കിലും ഒക്കെ അതിൽ നിന്നൊക്കെ കുറച്ച് പ്രോട്ടീൻ മാത്രമേ കിട്ടുന്നുള്ളൂ, കുറേയധികം പ്രോട്ടീനും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താമെന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്, ചെറിയ അളവിലാണെങ്കിൽ കൂടി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫാറ്റ് അല്ലെ, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലേ, ഫാറ്റ് ആവശ്യമല്ലേ? ആണ്, അതും കുറേയധികം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന മാക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൈക്രോന്യൂട്രിയൻസ് ആണ്. മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഏറ്റവും കുറച്ച് കഴിക്കുന്നത് അതായിരിക്കും ചിലപ്പോ, ആണോ? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അല്ലേ ഏറ്റവും കുറവ് നമ്മൾ കഴിക്കുക? അതെ, അതാണ് ഏറ്റവും കുറവ്. ചിലപ്പോ കഴിച്ചില്ല എന്നും വരും അല്ലെ, ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ നമ്മൾ അത് ഉൾപ്പെടുത്തിയില്ല എന്നും വരും. പക്ഷെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒന്നും നമ്മൾ ഒഴിവാക്കാറില്ല, അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ മൈക്രോന്യൂട്രിയൻസ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്
അതിൽ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ഉണ്ട്. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനും ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ഉണ്ട്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനും. ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ്. വിറ്റാമിൻ സി. വിറ്റമിൻ സി. പിന്നെ ബി. വിറ്റാമിൻ വൈറ്റമിൻ ബി. ബിയും സിയും എന്താണ്? വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ. അപ്പൊ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ഏതാണ്? ADEK. AD. ശരിയാണ്, ADEK. കേട്ടോ? അപ്പൊ അതാണ് മാക്രോ ന്യൂട്രിയൻസ് ഉണ്ടോ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇനി അതുപോലെ തന്നെ മൈക്രോ മിനറൽസ് ഉണ്ട്. അതായത് നമ്മൾ വൈറ്റമിൻസ് പറഞ്ഞു, വൈറ്റമിൻസിൽ 2 തരമുണ്ട്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്, ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിനറൽസിലും ഉണ്ട് മൈക്രോ മിനറൽസും മാക്രോ മിനറൽസും. അപ്പൊ ഏതൊക്കെയാണ് മാക്രോ മിനറൽസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് സോഡിയം. നമ്മുടെ ശരീരത്തിന് ആവശ്യമല്ലേ സോഡിയം? ആവശ്യമാണ് അല്ലെ? രണ്ടാമത്തതാണ് പൊട്ടാസ്യം. അതൊരു മിനറൽ ആണ് കേട്ടോ, പൊട്ടാസ്യം. മൂന്നാമത്തത് കാൽസ്യം. മൂന്നെന്താണ്? കാൽസ്യം. നാലാമത്തത് ഫോസ്ഫറസ്. ഓക്കെ, നാലാമത്തത് ഫോസ്ഫറസ്. അഞ്ചാമത്തത് മഗ്നീഷ്യം. അഞ്ചാമത്തത് എന്താണ്? മഗ്നീഷ്യം. ആറാമത്തത് സൾഫർ. ഇതാണ് മാക്രോ മിനറൽസ്. ഓക്കെ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ. ഓക്കെ ആണോ? മനസ്സിലായോ? മാം അപ്പം അയൺ വരില്ലേ? അയൺ മൈക്രോ മിനറൽ ആണ് കേട്ടോ, മൈക്രോ മിനറലാ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് മൈക്രോ മിനറൽ ആണ്. മൈക്രോ മിനറൽ ആദ്യത്തേതാണ് അയൺ. അയൺ മൈക്രോ മിനറൽ ആണ്. സിങ്ക് മൈക്രോ മിനറൽ ആണ്. അയഡിൻ മൈക്രോ മിനറൽ ആണ്. സെലീനിയം മൈക്രോ മിനറൽ ആണ്. കോപ്പർ മൈക്രോ മിനറൽ ആണ്. അതുപോലെ തന്നെ പിന്നെ ക്രോമിയം, അതും മൈക്രോ മിനറൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, മൈക്രോ മിനറലിൽ വരുന്നത്. മാം മൈക്രോ മിനറൽസ് ഒന്നുകൂടി ഒന്ന് പറയോ, ഏതൊക്കെയാണ് ഒന്നുകൂടി? അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, അയഡിൻ ഉണ്ട്, സെലീനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, കോപ്പർ ഉണ്ട്, ക്രോമിയം. ഇതാണ് മൈക്രോ മിനറൽസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മാക്രോ മിനറലും പറഞ്ഞു, മൈക്രോ മിനറൽസും പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആളുണ്ട്, അതാരായിരിക്കും? നമ്മൾ വാട്ടർ ആണ്. വാട്ടർ ആണ് കേട്ടോ. വാട്ടർ എന്താ ചെയ്യുന്നേ? വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? കീപ് അവർ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യും. നമുക്ക് ഓക്സിജൻ കിട്ടും ബോഡിയിൽ കയറുമ്പോൾ. Carry nutrients to all cells, flush out toxin and waste, regulate body temperature, improve digestion. എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, അതായത് നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് വായിലേക്ക് ആദ്യം ഭക്ഷണം വെക്കുന്നു, അതിനുശേഷം അത് ചവച്ചരയ്ക്കുന്നു, ഉമിനീരിന്റെ സഹായത്തോടു കൂടി അത് മാൾട്ടോസ് ആയി മാറുന്നു. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? പിന്നീട് അത് അന്നനാളം വഴി എവിടേക്ക് പോകുന്നു? ചെറുകുടലിലേക്ക് പോകുന്നു. ചെറുകുടലിൽ നിന്ന് അത് വൻകുടലിലേക്ക് പോകുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് വൻകുടലിൽ ചെന്നിട്ട്
പിന്നെ എന്ത് ചെയ്യുന്നു? മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു, അതായത് വിസർജനം നടക്കുന്നു. ഇതാണ് ഭക്ഷണത്തിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസില് നമ്മള് അന്നനാളത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് ഈ ഭക്ഷണം എത്തുന്ന സമയത്താണ്, അവിടെയാണ് ദഹനം ആരംഭിക്കുന്നത്, ഡൈജഷൻ തുടങ്ങുന്നത്. ഈ ചെറുകുടലിലേക്ക് എത്തുന്ന ഭക്ഷണം എന്ത് ചെയ്യും? ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം എന്ത് ചെയ്യും? സെല്ലിലേക്ക് അബ്സോർവ് സെല്ലിലേക്ക് പോകും, അല്ലെ? അപ്പൊ ആ സെല്ലിലേക്ക് പോകുന്നത് ആവശ്യമുള്ള ന്യൂട്രിയൻസ് മാത്രമാണ്. നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അറിയാം ഇത്ര ഭക്ഷണം നിനക്ക് മതി എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അറിയാം. ബാക്കിയുള്ള ഭക്ഷണം ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോ ഈ ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ ഭക്ഷണ പദാർത്ഥം, ഇപ്പൊ നമ്മൾ 2 ഇഡലി തിന്നു എന്ന് വിചാരിക്കാം. ആ ഇഡലി നമ്മുടെ വായിലൂടെ ചെന്ന് അന്നനാളത്തിലൂടെ പാസ് ചെയ്ത് ചെറുകുടലിലേക്ക് എത്തിയിട്ട് അവിടെ എന്ത് ചെയ്യും? വിഘടനം നടക്കും. അതായത് പ്രോസസ്, ഒരു എന്താ പറയാ, സെപ്പറേഷൻ നടക്കും അവിടെ. അതായത് ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓരോ കമ്പോണന്റുകളായിട്ട് വിഘടിപ്പിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവും. അതിൽ എന്തുണ്ട്? ന്യൂട്രിയൻസ് ഉണ്ട്. ഈ 2 ഇഡലിയിൽ എന്തുണ്ട്? ന്യൂട്രിയൻസ് ഉണ്ട്. അതിലുള്ള ന്യൂട്രിയൻസ് എന്ത് ചെയ്യും? സെല്ലിലേക്ക് പാസ് ചെയ്യും. ഈ സെല്ലിലേക്ക് പാസ് ചെയ്യുന്നത് വാട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? ആ, ഓക്കെ. അപ്പൊ ആ സെല്ലിലേക്ക് പാസ് ചെയ്യുന്നത് ആരുടെ സഹായത്തോടു കൂടിയിട്ടാ? ഈ വാട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ്, അതായത് വിഷപദാർത്ഥങ്ങൾ, അല്ലെ? നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് പറ്റാത്തതാണെങ്കിൽ അത് എന്ത് ചെയ്യും? പുറത്തേക്ക് പുറന്തള്ളും. എങ്ങനെയാണത് പുറന്തള്ളുന്നത്? ഫ്ലഷ് ഔട്ട് ടോക്സിൻ എന്നാ പറയാ. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനുകളെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. അത് ചിലപ്പോൾ വിയർപ്പിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ യൂറിനിലൂടെ ആയിരിക്കാം, അല്ലെ? ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്. അതിനും സഹായിക്കുന്നത് ആരാണ്? വാട്ടറാണ് സഹായിക്കുന്നത്. ഓക്കെ. പിന്നെ മാത്രമല്ല, ടോക്സിനുകള്, വേസ്റ്റുകള്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് മാലിന്യങ്ങൾ, അതിനെയും പുറന്തള്ളാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നു. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ദഹനം, അത് പൂർത്തീകരിക്കുന്നത്, അത് കംപ്ലീറ്റ് ആക്കുന്നത്, അതിന്റെ ഇംപ്രൂവ്മെന്റില് വാട്ടറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത്രയുമാണ് വാട്ടറിന്റെ ബെനിഫിറ്റ്സ്. അതാണ് ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? പല അസുഖങ്ങളെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വെയിറ്റ് മാനേജ്മെന്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറെ അധികം ബെനിഫിറ്റ്സ് എന്തിനുണ്ട്? ഈ ഒരു വാട്ടറിനുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. ആദ്യത്തെ പോയിന്റ് എഴുതുക, വാട്ടർ എന്ന് എഴുതുക, എന്നിട്ട് ആദ്യത്തെ പോയിന്റ് എഴുതുക. ക്യാരി ന്യൂട്രിയൻസ് ടു ഓൾ സെൽസ്. Carry nutrients to all cells. രണ്ടാമത്തെ പോയിന്റ്, ഫ്ലഷ് ഔട്ട് ടോക്സിൻ ആൻഡ് വേസ്റ്റ്.
flush out toxin and waste. മൂന്നാമത്തെ പോയിന്റ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. നാലാമത്തത് ഇംപ്രൂവ്സ് ഡൈജഷൻ. ഓക്കെ, എഴുതിയോ? ഇനി ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നാലാമത്തെ ഒന്നും കൂടി പറയണോ? ഇംപ്രൂവ്സ് ഡൈജഷൻ. IMPROVES ഡൈജഷൻ. ഓക്കെ, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് ആണോ? We are trying to eat the balanced diet, ma'am. But we are not sure whether we are doing it right or wrong. ട്രൈ ചെയ്യാനല്ലേ? അതായത് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ ഫോളോ ചെയ്യാനായിട്ട്? Yeah. അതെ, പറയുമ്പോ എളുപ്പമാണ്. ഡോക്ടർമാർക്കൊക്കെ പറയുമ്പോ ഭയങ്കര എളുപ്പമാണ് ബാലൻസ്ഡ് ഡയറ്റ് ചെയ്യാനായിട്ട് അല്ലെ? പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈമും എഫേർട്ടും ഉണ്ട്, പിന്നെ പണവും വേണം. Yeah, that's ma'am. We are not. നമുക്ക് commodity, that is the fruit product കിട്ടണം എന്നില്ല. എല്ലാ ടൈപ്പ് ഓഫ് കളേഴ്സ് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ മാർക്കറ്റിലോ നമ്മുടെ ഷോപ്പിലും അങ്ങനത്തെ എല്ലാം കിട്ടൂല. ഈ പഴം, മാംഗോ ആ സീസൺ അനുസരിച്ചാണ് നമുക്കത് കിട്ടുന്നത്. പിന്നെ അതേപോലെ നട്ട്സ് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ ഫോർ എവ്രി വൺ. അതെ, So we will try to do the balanced diet, but it's not that easy. Ma'am, for me, no, there is no time to have to keep a balanced diet because we're always running behind my kids and taking care of my children and taking care of my husband and household things. So no time for me to have a balanced diet. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നമ്മള് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പുകളും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പുകളും ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് നമ്മളൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാല് അതിനെ 7 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ബാലൻസ്ഡ് ഡയറ്റ്. കേട്ടോ? അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, ഞാൻ പറയുന്നതല്ല കേട്ടോ, പഠനങ്ങൾ പറയുന്നതാ. ഞാൻ അതിനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് പറയാനായിട്ട്, നിങ്ങൾ അത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. കാരണം എല്ലാവർക്കും ടൈമും എഫേർട്ടും മടിയും ഉണ്ടാകണം എന്നില്ല ഇതിനു വേണ്ടി ചെലവഴിക്കാനായിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നോക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യും. കേട്ടോ? ഇന്ന സാധനങ്ങൾ മേടിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നട്ട്സും കാര്യങ്ങളൊന്നും മേടിക്കണം, അതിനുള്ള നിവൃത്തിയില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട്, ഉള്ള ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു നല്ല ഫുഡ് മെനു എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവാന്നുള്ളതാണ്. ഒരുവിധം നമ്മൾ വറുത്ത കടികള്, എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കും എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇന്നലെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഫുഡില് കുറച്ച് ശ്രദ്ധിക്കണം,
ചോറ് ചോറ് തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിർബന്ധമില്ല. വേണമെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിക്കാം. പിന്നെ അതിന്റെ കൂടെ ഒരു ചാറ് കറിയോ ഒരു തോരനോ ഒരൊലത്തോ അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഞാനിങ്ങനെ വിചാരിച്ചു ഡോക്ടർക്ക് എന്ത് എളുപ്പം എന്ന് പറയുന്നത്, പക്ഷെ ഇത് ഫോളോ ചെയ്യാനായിട്ടാണ് പാട്. കാരണം രാവിലെ തന്നെയുള്ള തിരക്കും പിന്നെ ജോലിയും പിന്നെ ഇവിടെ വരുന്ന പഠിപ്പിക്കലും പിന്നെ തിരിച്ചു പോകുന്ന ഒരു സമയത്ത്, അപ്പോ ഇതൊക്കെ ആവുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രൈ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ വെൽനെസ്സിന് നമ്മള് ഇനി ഇപ്പോഴല്ല നമ്മൾക്ക് ഇത് ബുദ്ധിമുട്ടാവുന്നത്, കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ വയസ്സാവും അല്ലെ, അപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും ഓരോന്നായിട്ട് വരാനായിട്ട് തുടങ്ങുക. അപ്പൊ നമ്മൾ ഓർക്കും അന്ന് അത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇന്നിത്ര ബുദ്ധിമുട്ടേണ്ടി ഇരുന്നില്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ 7 കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു പ്ലേറ്റിനെ നമ്മൾ 7 ആയിട്ട്, ഒരു സെക്കൻഡ് കേട്ടോ. നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിന്റെ ഒരു ഭാഗത്ത് എന്ത് വേണം, എന്തായിരിക്കും ആദ്യം വേണ്ടത്? നമ്മൾ തിന്നുന്ന ആദ്യത്തെ സാധനം എന്താ? കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ. പിന്നെ രണ്ടാമതായിട്ട് എന്ത് വേണം? വെജിറ്റബിൾസ്. ഓക്കെ, വെജിറ്റബിൾസ് വേണം. പിന്നെ പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ വേണം. ഓക്കെ, പിന്നെ ഫാറ്റ് വേണ്ടേ? ഫാറ്റ് വേണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ വെജിറ്റബിൾസിൽ നമുക്കറിയാം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഫൈബർ ഒക്കെ കിട്ടും അല്ലെ. അപ്പൊ വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഈ 3 കാര്യങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം വേണം, വാട്ടർ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് 7 കമ്പോണൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബാലൻസ്ഡ് ഡയറ്റിലാണെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇൻക്ലൂഡ് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ? അതെന്താണ്? അത് ഫുഡ് പ്ലേറ്റ്. ഫുഡ് പ്ലേറ്റ് ആണല്ലേ? ചാർട്ടിൽ ഒട്ടിച്ചതാണ്. ക്ലിയർ ആവുന്നില്ല നിഷ. അത് ചെറിയതാ പിക്ചറാണ്, ചാർട്ടിൽ ഒട്ടിച്ച. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, വെരി ഗുഡ്. ഇപ്പൊ നമ്മള് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് ചോറ് എടുക്കാം അല്ലെ, കുറച്ച് ചോറ് എടുക്കാം. ഓക്കെ, പ്രോട്ടീൻ ആയിട്ട് എന്തെടുക്കും? ചിക്കൻ, fish or meat. എഗ്, ഫിഷ് എടുക്കാം. ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്, പിന്നെ എഗ് അല്ലെ, അതെടുക്കാം അല്ലെ പ്രോട്ടീൻ ആയിട്ട്. ഫാറ്റ് ആയിട്ട് എന്തെടുക്കാം? ഫാറ്റ് ആയിട്ട് എന്തെടുക്കാം? Buttermilk ഒക്കെ എടുത്തൂടെ മാം? എന്താ? ബട്ടർമിൽക്ക് കേടൊക്കെ എടുത്തൂടെ?
കേടൊക്കെ പറ്റും. ഫാറ്റ് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ കേട് എടുക്കാം. ഓക്കെ, എന്താ കേട്ടില്ല കേട്ടോ. ഗീ എടുക്കാൻ പറ്റില്ലേ? ഗീ, ബട്ടർ. ഗീ എടുക്കാം, ബട്ടർ എടുക്കാം, അതൊക്കെ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫ്രൈ ചെയ്ത സാധനങ്ങൾ നമുക്ക് എടുക്കാം. മൈൽഡ് ഫ്രൈ, അതായത് ഭയങ്കര ഡീപ് ഫ്രൈ അല്ല കേട്ടോ, മൈൽഡ് ആയിട്ട് ഫ്രൈ ചെയ്ത എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, പിന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആയിട്ടാണെങ്കിലോ വെജിറ്റബിൾസ് എടുക്കാം അല്ലേ? സാലഡ്, കുക്കുംബർ, ക്യാരറ്റ്. വെജിറ്റബിൾസ്. സാമ്പാർ നമുക്ക് എടുക്കാൻ പറ്റില്ലേ? അവിയൽ എടുക്കാൻ പറ്റില്ലേ? ചീര എടുക്കാൻ പറ്റില്ലേ? ഇല്ല, നമ്മുടെ ഈ വാഴയുടെ നമ്മുടെ കൂമ്പ് തോരൻ ഉണ്ടല്ലോ, വാഴക്കൂമ്പ് തോരൻ, അതൊക്കെ ഫൈബർ ആണ് കേട്ടോ. അത് ഇതിനകത്ത് ഞാൻ ഫൈബർ വരുന്നേ ഉള്ളൂ. അത് ഫൈബർ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ? പിന്നെ അതുപോലെ അപ്പൊ നമ്മള് ചോറെടുത്തു, സാമ്പാർ എടുത്തു, ഒരു ഫിഷ് കറി എടുത്തു, പിന്നെ ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ഒരു ഫിഷ് ഫ്രൈ എടുത്തു, പിന്നെ ഒരു ചീരത്തോരനോ ഒരു വാഴക്കൂമ്പ് തോരനോ എടുത്തു. നമ്മുടെ പ്ലേറ്റ് ബാലൻസ്ഡ് ആയോ? അപ്പൊ അധികം ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. 2-3 ഐറ്റംസ് ഒക്കെ. സാമ്പാർ തന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. സാമ്പാർ, അവിയല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ? അപ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാ നിങ്ങള് ഈ ഒരു രീതിയല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, വെജിറ്റബിൾ സാലഡ് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, വെജിറ്റബിൾസ് ഇപ്പൊ സാമ്പാറൊക്കെ ഇല്ലെങ്കിലാണെങ്കിൽ നമുക്ക് സാലഡ്സ് ഉൾപ്പെടുത്താം. സാലഡ്സ് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ ഭക്ഷണത്തില് 60 to 70% കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. 60 to 70% എന്ത് വേണം? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം. 10 to 12% പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. 10 to 12% ആണ് കേട്ടോ പ്രോട്ടീൻ. 20 to 25% ഫാറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, 20 to 25%. 60 to 70%, 60 തുടങ്ങി 70% വരെ കാർബോഹൈഡ്രേറ്റ്. മാം, ഈ പെർസെന്റേജ് വന്ന് എല്ലാം ഏജ് ടൈപ്പ് ഉള്ള ആൾക്കാർക്കും ആണോ, ഇല്ല ഇറ്റ്സ് കോമൺ? അല്ല, വ്യത്യാസം വരും കേട്ടോ. ഇത് നോർമൽ ആയിട്ട് പറയുന്നതാണ്. ഓരോരുത്തരുടെ ഞാനിപ്പോ പറയാം, അതായത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവരുടെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഒക്കെ അവർക്ക് റിക്വയർമെന്റ് വരുന്നത്. വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇപ്പൊ ചിലവർക്ക് പ്രോട്ടീൻ പറ്റില്ലെങ്കിൽ അവർ പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയും. അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചാൽ നമുക്ക് ഇത്ര പെർസെന്റേജ് എന്ന് അവർക്കും പറയാനായിട്ട് പറ്റില്ല. ഇതൊരു ഓവറോൾ കാൽക്കുലേഷൻ ആണ് ഞാൻ പറയുന്നത്, ഇത്ര വേണം എന്നുള്ളത്. ഒരു ശരാശരി മനുഷ്യന് ഇത്ര വേണം എന്നാണ്. പക്ഷെ മുതിർന്ന ആളുകളിൽ വ്യത്യാസപ്പെടാം, കുട്ടികളിൽ വ്യത്യാസപ്പെടാം, പിന്നെ മിഡിലിൽ നിൽക്കുന്ന യങ്ങേഴ്സിനും അഡൽട്സിനും ഒക്കെ എന്ത് ചെയ്യാം, വ്യത്യാസപ്പെടാം. Maybe this is for growing children. അതായിരിക്കാം. അതിന് മേ ബി കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലും പ്രോട്ടീൻ ഇത്ര, അത് will be fine. 60 to 70% carbohydrate, 10 to 12% protein, 20 to 25% fat. അത് എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പ അങ്ങനെ 75-76 വയസ്സുണ്ട്. ഒരു 2 മാസം മുന്നേ വയ്യാതായിട്ട് ഓർമ്മൊക്കെ പോയി. അപ്പൊ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വന്നത് മൂക്കിലൊക്കെ ട്യൂബ് ഇട്ടിട്ടായിരുന്നു. അപ്പൊ അപ്പൊ ഫുഡ് കൊടുത്തിരുന്നത് ഞാനായിരുന്നു. അപ്പൊ ഫസ്റ്റ് 6 മണിക്ക് ഫസ്റ്റത്തെ സ്റ്റേജില് 1 സ്പൂണ് പ്രോട്ടീൻ പൗഡർ 100 മില്ലി പാലില് അങ്ങനെ കൊടുത്തു. പിന്നെ 10 മണിക്ക് എന്താണ് 1/2 സ്പൂണ് രാഗി അതുപോലെ തന്നെ 100 മില്ലിയിൽ കൊടുത്തു. പിന്നെ 2:30-ക്ക് 1 സ്പൂണ് ക്യാരറ്റ്, 1 സ്പൂണ് കുമ്പളങ്ങ, 2 സ്പൂണ് ചോറ്, 2 സ്പൂൺ ഓയില്.
വെളിച്ചെണ്ണ അങ്ങനെ കൊടുത്തു. അത് അരച്ചിട്ട് ട്യൂബ് കൂടെ അങ്ങനെ കൊടുത്തു. പിന്നെ 4:30-ക്ക് 2 പുഴുങ്ങിയ കോഴിമുട്ട. രാത്രി 9 മണിക്ക് ഇതുപോലെ 2 സ്പൂണ് രാഗി. അത് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ആളൊന്ന് ഇമ്പ്രൂവ് ആയിട്ടാണ് പ്രോട്ടീൻ പൗഡർ 2 സ്പൂൺ ആക്കിയത്. അല്ലേ? അങ്ങനെയായിരുന്നു. ഓക്കെ. അപ്പൊ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഷഹാന, എങ്ങനെയായിരുന്നു ഈ എഗ്ഗ് സ്മാഷ് ചെയ്തിട്ടാണോ? ഈ പുഴുങ്ങിയ എഗ്ഗ് എങ്ങനെയായിരുന്നു ട്യൂബിൽ കൂടെ കൊടുക്കണ്ടായിരുന്നത്? അങ്ങനെ പുഴുങ്ങി ഇട്ടിട്ട് മഞ്ഞ ഒഴിവാക്കും. എന്നിട്ട് അപ്പോഴും ഒരു 100 മില്ലി പാലുണ്ടായിരുന്നു. പാലില് നമ്മൾ അരച്ചിട്ട് പിന്നെ അത് ഇതിലിട്ടിട്ട് ഇങ്ങനെ അരിക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് കറക്റ്റ് 150 മില്ലി സിറിഞ്ചിൽ എടുത്തിട്ട് ട്യൂബിക്കാക്കും. അത് ആദ്യം ഒരു ദിവസം എന്റെ അടുത്തുനിന്ന് കുറച്ചൊന്നാണ്ട് കൂടി പോയപ്പോ ആളാകെ ട്യൂബിന്നൂടെ ഇങ്ങോട്ട് വന്ന് വായക്കൂടെ വന്ന് ആകെ പേടിയായി. പിന്നെ ഞങ്ങളെ റിലേറ്റീവിലൊരു ഡോക്ടർ ഉള്ളതുകൊണ്ട് ആ ട്യൂബിൽ തന്നെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറഞ്ഞു. കാരണം അത്രയും ആരോഗ്യം അത്രയും കുറവില്ല സമയമായിരുന്നു. പിന്നെ ഇമ്പ്രൂവ് ആയതിനു ശേഷമാണ് 2 സ്പൂണ് പ്രോട്ടീൻ പൗഡർ ഒക്കെ ആക്കല് തുടങ്ങിയത്. ഇപ്പൊ ആൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ആള് എണീറ്റ് നടക്കൊന്നുമില്ല. പക്ഷെ മൂക്കത്തെ ട്യൂബൊക്കെ ഒഴിവാക്കി. എന്നാലും നമ്മളിങ്ങനെ വാരി കൊടുക്കണം. ഓക്കെ. നമ്മൾക്ക് ഇനി ജിമ്മില് പോകുമ്പോഴേ നമ്മള് കാർബ് പ്രോട്ടീൻ കൂട്ടണമെന്നാണ് അവര് പറയുന്നത്. ഇതിപ്പോ നമ്മൾ പഠിച്ചില്ലേ 60 to 70 കാർബ് ഉപയോഗിക്കണമെന്ന്. പക്ഷെ അവരെപ്പോഴും പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, കാർബ് വളരെ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അത് ജിമ്മിൽ പോകുന്ന അവര് സാധാരണ പറയുന്നതാണ്, അങ്ങനെ പറയുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റ് വേണം നമുക്ക്. കാർബോഹൈഡ്രേറ്റ് തീരെ കുറയ്ക്കാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. അതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുക. പിന്നെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനാണ് പ്രോട്ടീന്റെ അളവ് കൂട്ടണം എന്ന് അവര് പറയുന്നത്. നമ്മുടെ മസിലൊക്കെ ഇതാവുമല്ലോ, പ്രായമാകുന്നതിനനുസരിച്ച് മസിൽ സ്ട്രെങ്ത് റിഡ്യൂസ് ചെയ്യപ്പെടും. ചിലവർക്ക് കാണാം അത് ജിമ്മിൽ പോകുന്ന ആളുകളുടെയൊക്കെ എന്താ പറയാ, ഇങ്ങനെ മാംസം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം ചില സമയത്തൊക്കെ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന? പ്രോട്ടീന്റെ കുറവുണ്ടാവും. പ്രോട്ടീൻ നല്ല രീതിയിൽ കഴിക്കുവാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ. ഈ വൈറ്റമിൻ എ എന്തിനാ നല്ലത്? വൈറ്റമിൻ എ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ? എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ എ കൊടുക്കുന്നത്? 5 വയസ്സ് വരെ. എത്ര മാസം കൂടുമ്പോൾ കൊടുക്കണം? 6 മാസം കൂടും. 6 മാസം കൂടുമ്പോൾ കൊടുക്കണം അല്ലെ? വൈറ്റമിൻ എ എന്തിനാ സഹായിക്കുന്നത്? കണ്ണിന്റെ കാഴ്ചയ്ക്കും ശക്തിക്കൊക്കെയാണ്. കണ്ണിന് നല്ലതാണ് അല്ലെ? ഓക്കെ, കണ്ണിന് നല്ലതാണ് വൈറ്റമിൻ എ. പിന്നെ വൈറ്റമിൻ ബിയോ? വൈറ്റമിൻ B1 എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? തവിട് കളയാത്ത ധാന്യങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടും. തവിട് കളയാത്ത ധാന്യങ്ങൾ കേട്ടോ, എന്താണ് കാണപ്പെടുന്നത്? പിന്നെ വൈറ്റമിൻ സി എന്തിനാ നല്ലത്? സിട്രസ് ഫുഡാണ്. അത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നമുക്ക് സഹായിക്കും. ഈ ലെമൺ, ഓറഞ്ച് ഒക്കെ സിട്രസ് ഫ്രൂട്ട്സിലാണ്. പുളിരുചിയുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്നു എന്ത്? വൈറ്റമിൻ സി അല്ലെ? പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം കൊറോണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു സാധനമാണ് നാരങ്ങ വെള്ളം അല്ലെ? നാരങ്ങ കലക്കി കുടിക്കാൻ പറയും അല്ലെ വെറുതെ ഇരിക്കുമ്പോ. അല്ലെങ്കിൽ കൊറോണ പിടിപെട്ടിട്ടായാലും അല്ലാത്ത ആളുകളായാലും നാരങ്ങ വെള്ളം ധാരാളം കഴിക്കാൻ പറയും. അതെന്തുകൊണ്ടാണ്? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നോണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് കൂടുതലായിട്ടും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ടുകളിലാണ് ധാരാളം കാണപ്പെടുന്നത്. നമുക്കറിയാം ചെറുനാരങ്ങ, അതുപോലെ തന്നെ ഓറഞ്ച്, തക്കാളി ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റമിൻ സി കാണപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, ആബ്സെൻസ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താ?
കേട്ടിട്ടുണ്ടോ? കർവിയാണോ മാഡം? കർവി. മോണ ബ്ലഡ് വരും, അതൊക്കെ വൈറ്റമിൻ സിന്റെ കുറവുണ്ടല്ലോ. അതും പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അത്. ഇനി വൈറ്റമിൻ ഡിയോ നമുക്ക് എവിടെ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്? സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? ഓക്കെ, സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങള് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു കാര്യം ചെയ്യാം. വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് വരിക. എത്ര തരം വൈറ്റമിനുകൾ ഉണ്ട്, ആ വൈറ്റമിൻസ് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നു. വൈറ്റമിൻ എ എവിടെ നിന്നാണ് കിട്ടുന്നത്, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ കെ, വൈറ്റമിൻ എം, അതൊക്കെ ഉണ്ട്, കുറെ ഉണ്ടല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതിയിട്ട് വരിക. എന്നിട്ട് അതിലെ ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, പിന്നെ നേരത്തെ നിഷ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലേറ്റ് കാണിച്ചില്ലേ, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാം. മാഡം ചാർട്ടിൽ ചെയ്താൽ മതിയോ? ചാർട്ടിൽ ചെയ്താൽ മതി. ബാലൻസ്ഡ് ഡയറ്റിന്റെ ചാർട്ടിൽ ചെയ്താൽ മതി കേട്ടോ. ശരി, അങ്ങനെ ചെയ്താലും മതി. മീൻസ് പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കണം എങ്ങനെയാണ്? മീൻസ് അതെന്തെങ്കിലും ഷേപ്പിലാക്കണോ അതോ ചാർട്ട് മാത്രമായിട്ട് മതിയോ? എങ്ങനെയാണ് ചാർട്ടിൽ എഴുതാൻ? ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പ്ലേറ്റ് പോലെ ആണെങ്കിൽ പ്ലേറ്റ് പോലെ ചെയ്യാം, ചാർട്ടിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ അതങ്ങനെ വരക്കേണ്ടതാണോ? വരയ്ക്കാം, പിക്ചർ ഒട്ടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ മാം, ഈ ചാർട്ടിൽ തന്നെ എഴുതിയാൽ മതിയോ ഈ വൈറ്റമിൻസ് ഒക്കെ ഏത് ഫുഡ് ഐറ്റംസ് കിട്ടുന്നതെന്ന്? അതിൽ തന്നെ എഴുതിയാ പോരെ? ചാർട്ടിൽ തന്നെ ചെയ്താൽ മതി. അത് നോട്ട്ബുക്കിൽ എഴുതിക്കൂടെ? നോട്ട്ബുക്കിൽ വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാം, ചാർട്ടിൽ വേണമെങ്കിൽ ചാർട്ടിൽ എഴുതാം. ഒന്നുകൂടെ ഒന്ന് പറയാമോ? കേട്ടില്ല. കൊണ്ടുപോകാം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. വൈറ്റമിൻ എ ഇന്ന ഭക്ഷണത്തിൽ നിന്നാണ് പഠിപ്പിക്കാൻ കൊണ്ടുപോകാം, ചാർട്ടാണെങ്കിൽ കേട്ടോ. ഞങ്ങള് സെമിനാറൊക്കെ ഒരു നോട്ട് ഉണ്ട്, അതിലൊട്ടിച്ച കുഴപ്പമുണ്ടോ? സെമിനാർ ഇല്ല, പ്രശ്നമില്ല, നിങ്ങൾക്ക് എഴുതാം. ചാർട്ടിലേക്ക് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം. മാം, അത് ഈ അംഗൻവാടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ചാർട്ട് എഴുതിയിട്ട്. പിക്ചർ ഉൾപ്പെടെ ഒട്ടിച്ചേക്കുന്നത്. അങ്ങനെ ചെയ്യാം കേട്ടോ, നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? കേട്ടില്ലായിരുന്നു. അതായത് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് എഴുതുക. വൈറ്റമിൻ എ, ബി, സി അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? വൈറ്റമിൻസ് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. പിന്നെ ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു പ്ലേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പ്ലേറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഒന്ന് എഴുതി കൊണ്ടുവരിക. അത്രേ ഉള്ളൂ. സബ്മിറ്റ് ചെയ്യണ്ടേ? അടുത്ത ചൊവ്വാഴ്ച. അടുത്ത ചൊവ്വാഴ്ച മതി. ചിലപ്പോ വെള്ളിയാഴ്ച ഞാനായിരിക്കും കേട്ടോ നിങ്ങൾക്ക്. പക്ഷെ വെള്ളിയാഴ്ച നമ്മൾ ഈ ചാപ്റ്റർ എടുത്ത് തുടങ്ങും. അത് വേണ്ട, അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് ചെയ്തോളൂ. Ma'am, sign out. Good afternoon, everyone. I would like to express my sincere gratitude to our Ashwati ma'am for the guidance, encourage, and the support and the inspiring words and the details about the vitamins, nutrition, and the balanced diet. I would also like to thank all the students who attend this session. Hope it was very useful and informative. Thank you all for giving me this opportunity, and thank you all for this lovely class. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.